ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സന്തോഷ് മണ്ടൂർ സംവിധാനം ചെയ്ത ബുള്ളറ്റ് ഡയറീസ്. നിങ്ങൾ ബുള്ളറ്റ് പ്രേമിയാണോ, ഒരു വാഹന പ്രാന്തനാണോ? മസ്റ്റ് വാച്ച് മൂവി ബുള്ളറ്റ് ഡയറീസ്. അപ്പോൾ നമ്മുടെ സന്തോഷായിട്ട് സംവിധാനം ചെയ്ത പടം അഗൈൻ ധ്യാൻ ശ്രീനിവാസൻ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല പെർഫോമൻസും നല്ലൊരു സിമ്പിൾ മൂവിയായിട്ടാണ്. വലിയ സംഭവം എന്നല്ല, കണ്ടിരിക്കേണ്ട ഒരു ചെറിയ സിനിമ, ചെറിയ ക്രൂവൊക്കെ ആയിട്ടുള്ള ഹൈ റേഞ്ചിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ആലങ്ങോട് കാപ്പിപ്പാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ നടക്കുന്ന സംഭവമാണ്. ഹൈ റേഞ്ചാണ്. ഹൈ റേഞ്ചിൽ പടം നടക്കുമ്പോൾ അങ്ങ് വടക്ക് ഹൈ റേഞ്ച് ആയാലും തെക്കായിട്ടൊരു കണക്ഷൻ വരില്ല. അപ്പോൾ കട്ടപ്പനയായിട്ടൊരു കണക്ഷനൊക്കെ ഉണ്ട് ഈ പടത്തിൽ, അതിലേക്ക് വരാം. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ നല്ലൊരു പെർഫോമൻസ്, നാട്ടുമ്പുറത്തുകാരൊരു ബൈക്ക് മെക്കാനിക് ഹൈ റേഞ്ച് ഏരിയയിൽ കട നടത്തുന്നു. ബുള്ളറ്റ് ഫോക്കസ് ചെയ്തിട്ട് ബുള്ളറ്റ് പണിയാൻ വേണ്ടിയിട്ടുള്ള കട വർക്ക്ഷോപ്പ് നടത്തുന്നു. നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ ജോണി ആന്റണി ആസ് യൂഷ്വൽ എല്ലാ പടത്തിൽ കാണുന്ന പോലെ ഒരു കോഴിയുടെ ക്യാരക്ടറാണ് ഇതിൽ. രജി പണിക്കർ അറിയാലോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രയാഗ മാർട്ടിൻ എടുത്തു പറയണം, നല്ല പെർഫോമൻസ്, നല്ല എന്താ പറയുക, പക്വതയുള്ള ക്യാരക്ടർ, ഗംഭീര പെർഫോമൻസ് ആണ്. ഒരു നഴ്സാണ്, ഇതായിട്ട് കണക്ട് ആയിട്ട് ഒരുപാട് നല്ല ഭാഗം കൂടെ ഇമോഷണലി കണക്ട് ആവുന്ന സീനുകളൊക്കെ ആയിട്ടുണ്ട്. അമ്മയായിട്ടും ധ്യാനൊക്കെ ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്. സൂപ്പർ. പിന്നെ അൽത്താഫിന്റെ കോമഡി നമുക്കറിയാം, ആ ശൈലിയും സംസാര രീതിയൊക്കെ രസമാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയണമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ഒരു 6-7 വർഷം മുമ്പ് ബുള്ളറ്റ്, എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ബുള്ളറ്റ് ഉപയോഗിക്കുന്നത്. എന്നും ബുള്ളറ്റ് പണിയാൻ വേണ്ടി പെരാവളത്തിൽ വർക്ക്ഷോപ്പിലുണ്ടാവും. എന്ത് ചെറിയ കംപ്ലൈൻറ്റ് പോലും ബുള്ളറ്റ് പണിയും. അങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കും. ഞാൻ ഒരു സർജൻ്റായിട്ട് എനിക്ക് തൃശ്ശൂർ എത്തണം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് 20 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അവൻ്റെ ബൈക്കിൽ ഓടിക്കേറിയത്, ബസ് പിടിച്ചെത്താൻ സമയം എടുക്കും. അപ്പം ഞാൻ ബൈക്ക് ഒരു 30 ഇങ്ങനെ പോകുന്നു, സൗണ്ടൊക്കെ അടിച്ചിട്ട് ഞാനിങ്ങനെ എന്താടാ പടക്കട സ്പീഡാക്കട ഇത്ര ഉള്ളത്തിനല്ലേ ബസ് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. പിറ്റെന്താ വെച്ചാൽ ബസ് എത്തിയിട്ട് 20 മിനിറ്റ് ആയിട്ട് നമ്മൾ എത്തിയത്. അപ്പം ഞാൻ അന്ന് എനിക്ക് സംഭവം മനസ്സിലില്ല. അവൻ സൗണ്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് പോകുമായിരുന്നു. ഈ പടം കണ്ടപ്പോൾ എനിക്കത് കറക്റ്റ് ഫീൽ ചെയ്തു. ആളുടെ പേര് സുഷി എന്നാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ഒരു ഉണ്ടായൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ സാധനം മനസ്സിൻ്റെ നെഞ്ചത്ത് പതിയുന്നതാണ്. ഓരോ വോയിസ് ആയാലും എല്ലാ കാര്യങ്ങളായാലും അങ്ങനെ കെയർ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ഈ ബുള്ളറ്റ് പ്രേമികളായിട്ട്, ബുള്ളറ്റ് പണിയാൻ കൊടുക്കുന്നു, മോഡറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയുള്ളത്. അപ്പം അതായിട്ട് നല്ലൊരു ബുള്ളറ്റ് പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ നായകൻ. ഏത് രീതിയിലും പണിയും. അപ്പോൾ ആളൊരു ഡ്രീം ഉണ്ടല്ലോ, ആൾക്ക് ചെറുപ്പം ഒരു ഡ്രീം ഉണ്ട്, ഒരു ബുള്ളറ്റ് വാങ്ങിക്കുന്നതായിട്ട് കണക്ട് ചെയ്തിട്ട് ബുള്ളറ്റ് സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് വാങ്ങിച്ചത് പണത് സെറ്റപ്പ് സാധനമൊക്കെയാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേര്, പറഞ്ഞ പൈസ കൊടുക്കും, പക്ഷെ ആൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഫീലാണ് ആൾക്ക്. സത്യം പറഞ്ഞാൽ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്, എൻ്റെ അമ്മൂമ്മ കഴിഞ്ഞ അച്ഛൻ മരിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും വലുത് ഈ വണ്ടിയാന്ന് തന്നെ പറയുന്നുണ്ട്. ജീവൻ പ്രൊട്ടക്ട് ചെയ്യുന്നല്ലേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വണ്ടിയിലാണ് എൻ്റെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന വണ്ടി തന്നെയല്ലേ, കറക്റ്റാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും എന്താ പറയുക, മെൻ്റലി അത്രയും ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക്, ബുള്ളറ്റ് പ്രേമിയായിട്ടുള്ള ആളുള്ള ബൈക്ക് ആയിട്ട് സംബന്ധമായിട്ടൊരു ഇൻസിഡൻറ്റ് നടക്കുകയാണ്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല രസമായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, ഒന്നും വെറുപ്പിക്കുന്നില്ല. കോമഡി ആയാലും ഇമോഷൻസ് ആയാലും എന്ത് പാസൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയി 2 മണിക്കൂറിൽ പടം അവസാനിപ്പിച്ചിട്ടുണ്ട്. നല്ല എനിക്ക് ഒരു മിനിറ്റ് പോലും എനിക്ക് ബോറടിച്ചില്ല. മിനി ശ്രീനിവാസൻ്റെ ആയാലും ധ്യാൻ ശ്രീനിവാസൻ്റെ ആയാലും പ്രകാമാട്ടിൻ്റെ ആയാലും ഒരുപാട് സീനുകളൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ അമ്മയായിട്ടുള്ള ശ്രീലക്ഷ്മി, പിന്നെ മിനി ശ്രീനിവാസൻ്റെ ആശാനായിട്ട് വരുന്ന ആള് രസമായിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും, എല്ലാ ക്യാരക്ടേഴ്സും, രഞ്ജി മണിക്കരുടെ ക്യാരക്ടർ, എല്ലാവരും, കരമനയുടെ ക്യാരക്ടറായാലും ആശാൻ്റെ ക്യാരക്ടർ, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസുകളായിരുന്നു. 1 ടൈം വാച്ചബിൾ മൂവിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു വാഹന സ്നേഹിയാണെങ്കിൽ മസ്റ്റ് വാച്ചിങ് മൂവി, യാതൊരു സംശയമില്ല. വെറുപ്പിക്കാതെ കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈ റേഞ്ച് ഉള്ളൊരു കണക്ഷൻ, അത് നമുക്കറിയാം. ഹൈ റേഞ്ച് എവിടെയൊക്കെ ഹൈ റേഞ്ച് ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ പോലെ കട്ടപ്പന, അതുപോലെ തന്നെ ഈ ഏരിയ ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പോൾ കണ്ണൂർ തളിപ്പുറം എന്ന് കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയയാണത്. അപ്പോൾ അതും അവർ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കണക്റ്റഡ് ആയിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി, ഈ ഹൈ റേഞ്ച് പരമായിട്ടുള്ളത്. പിന്നെ എല്ലാം ഒരു പ്രണയമായാലും എല്ലാം ഒരു പരിധി വിട്ട് പോയിട്ടില്ല. നല്ലൊരു ഫീലാണ് തന്ന്. 2 മണിക്കൂർ ശരിക്കും എൻ്റർടൈൻ ചെയ്തു. അത്യാവശ്യം ആളുകളുണ്ടാണ് തിയേറ്ററിൽ. നോ ബ്രൗൺ മാൾ എന്നാണ് പടം കാണുന്നത്. അപ്പോൾ ഒരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ, ധൈര്യമായിട്ട് തിയേറ്ററിൽ നിന്നാണ് ഈ പടം കാണാം. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ക്യാമറ കുപ്പിയെടുത്തിട്ടുണ്ട്, സിനിമോട്ടോഗ്രാഫി എടുത്ത് പറയണം. ആ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഒരു പാലത്തിൻ്റെ മുകളിലൊക്കെ സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഇത്ര രസമാണെന്ന് കാണാം വ്യൂ ഒക്കെ. അപ്പോൾ ക്യാമറ പിന്നെ ആ ഹൈ റേഞ്ച് ആകുമ്പോൾ അതിൻ്റെ ഭംഗി, പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തം ഓൾ റൗണ്ട് പെർഫോമൻസ് പറയാം നമുക്ക്. എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളായാലും ടെക്നിക്കൽ ടീമായാലും എല്ലാവരും
അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, പോയി പടം കാണുക. എനിക്ക് ബുള്ളറ്റ് വാങ്ങിക്കാൻ ഒരു പൂതിയൊക്കെ തോന്നി. 76 മോഡൽ ബുള്ളറ്റ് എല്ലായിടത്തും എന്നെ പറയട്ടെ, ഒന്ന് കമൻറ്റ് ബോക്സിൽ. എൻ്റെ ഒപ്പം പടം കണ്ട ആൾക്കും താല്പര്യമുണ്ട്. ആളുടെ നാടാണിത്, ഈ സ്ഥലം. അപ്പോൾ ആളെല്ലാം ഓരോ ലൊക്കേഷൻ വരുമ്പോൾ ഇത് അവിടെയാണ് ഇതെൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്തുള്ള സ്ഥലം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതൊരു രസമായി പടം കാണുന്ന സമയത്ത്. ഒരാളുടെ നാട്ടിൽ ഷൂട്ട് ചെയ്ത പടം ആകുമ്പോൾ ആൾ കറക്റ്റായിട്ട് പറഞ്ഞു തരില്ല അവിടുത്തെ കൾച്ചർ വൈസൊക്കെ. പേര് ഉണ്ണിക്കുട്ടെന്നാണ്. നമ്മൾ നിങ്ങൾ ഒരുമിച്ച പടം കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.